ഇന്നത്തെ 3 മരണത്തിന് പിന്നിൽ ദുർമന്ത്രവാദമെന്ന് സംശയം. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയും സുഹൃത്തുക്കളായ ദമ്പതിമാരും മരിച്ച നിലയിൽ. കോട്ടയം സ്വദേശികളായ ദേവി, നവീൻ, സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരുടെ മൃതദേഹം അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് കണ്ടെത്തിയത്. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു എന്നെഴുതിയ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ 27-നാണ് അധ്യാപികയെ കാണാതാകുന്നത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായിരുന്നു ആര്യ. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ആര്യയുടെ അച്ഛൻ വട്ടിയൂർക്കാവിൽ പരാതി നൽകുന്നത്. ആര്യ രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയി. വീട്ടിൽ തിരികെ എത്തേണ്ട സമയം കഴിഞ്ഞും കണ്ടില്ല. ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അടുത്ത മാസം. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു വട്ടിയൂർക്കാവ് മേലേത്തുമേലുള്ള വീട്ടിൽ. ആര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായിരുന്നു. ആ സ്കൂളിലെ ജർമ്മൻ അധ്യാപികയായിരുന്നു ദേവി. അങ്ങനെയാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. കോവിഡിന് ശേഷം സ്കൂളിൽ ദേവി പഠിപ്പിക്കാനായി വന്നിരുന്നില്ല. ദേവിയും ഭർത്താവ് നവീനും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. എന്നാലും ദേവിക്ക് ജർമ്മൻ ഭാഷ വശമുള്ളതിനാൽ സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കിയിരുന്നു. ദേവിയുടെ ഭർത്താവ് കോട്ടയം സ്വദേശിയായിരുന്നു. അതുകൊണ്ട് ദേവിയും ഭർത്താവ് നവീനും കോട്ടയത്തായിരുന്നു താമസം. 27-ന് ആര്യയുടെ അച്ഛൻ്റെ പരാതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിൽ അന്ന് വൈകുന്നേരം ഇവർ 3 പേരും കൂടി ഗോഹട്ടിക്കുള്ള ഇൻഡിഗോ വിമാനത്തിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് ആസാം പോലീസിന് വിവരം കൈമാറി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവർ 3 പേരെയും ഒരുമിച്ച് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വിവരം ഇറ്റാനഗർ പോലീസ് ബന്ധുക്കളെയും പോലീസിനെയും അറിയിച്ചത്. ബന്ധുക്കളുടെ ഫോൺ നമ്പർ എഴുതി വച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ സന്തോഷപൂർവ്വം ജീവിച്ചു, നമ്മൾ 3 പേരും പോകുകയാണ് എന്ന് മാത്രം എഴുതിയിരുന്നു. എന്നാൽ ഇവരുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ സെർച്ച് ചെയ്തിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. ഞരമ്പുകൾ മുറിച്ച് രക്തം വാർന്ന് മരിച്ച നിലയിലാണ് ഈ 3 പേരെയും കണ്ടെത്തിയത്. ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ പെട്ടതായി വീട്ടുകാർക്കും സംശയമുണ്ട്. വിവരം അറിഞ്ഞയുടനെ ആര്യയുടെ അമ്മ ബോധരഹിതയായി. ആര്യയുടെ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങളിലായിരുന്നു അവർ. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത. ദേവിയും നവീനും വിനോദയാത്രയ്ക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ഇവർക്കൊപ്പം യാത്രയിൽ ആര്യ ഉണ്ടായിരുന്നതായി വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. മൃതദേഹത്തിൽ സംശയം തോന്നുന്ന തരത്തിൽ പ്രത്യേക രീതിയിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. പാടുകൾ ഉണ്ടായത് പ്രത്യേക രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് രക്തം വാർന്നൊഴുകിയിരുന്നു. ആര്യയുടെ അച്ഛനും ദമ്പതികളുടെ അച്ഛനും നൽകിയ വിവരത്തിൽ കുറച്ച് നാളായി ഇവർ മാന്ത്രികപരമായ ചിന്തകളിലൂടെ ഇവർ കടന്നു പോയിരുന്നു എന്ന് പറയുന്നു. ഇവരുടെ ബ്രൗസിംഗ് ഹിസ്റ്ററിയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതായി കണ്ടെത്തി. ഇതൊക്കെയാണ് ഇവർ ബ്ലാക്ക് മാജിക് കെണിയിൽ പെട്ടതായി സംശയിക്കുന്നത്. ജനങ്ങൾ സൂക്ഷിക്കുക, ഇത്തരം കെണികൾ ധാരാളമുണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകളിൽ വരുന്നത്. കുറച്ച് നാളായി ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന മനുഷ്യരാണ് കേരളത്തിൽ കൂടുതലും ഉള്ളത്. അതിൽ മാറാരോഗികളും അനാഥരും ധാരാളം. ഇവർ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ വിദ്യാഭ്യാസം, ജോലി, സമ്പത്ത്, സൗന്ദര്യം, താമസ സൗകര്യം എല്ലാം ഉള്ളവർ ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും പോകുന്നു.